നമ്മളിപ്പോൾ കടപ്പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മൾ തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ തിരമാലകളും നമ്മളിങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സംഗീതത്തെ നമ്മൾ സാഗരത്തോടെ ഉപമിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു സംഗീത സാന്ദ്രമായ എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. സ്വാഗതം ചെയ്യുന്നു ടു നോറ കുട്ടി കുട്ടി കുട്ടിപ്പട്ടർമാൾ, സെലിബ്രേറ്റഡ് ബൈ ചിക്കിംഗ്, പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ് ആൻഡ് പവർഡ് ബൈ തംപാസ് ഇലക്ട്രോണിക്സ്. സംഗീതമാവുന്ന ഈ അനന്ത സാഗരത്തിൽ നിന്നും ഒരിക്കലും തിരിച്ചു പോകാതെ എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി റഹനത്ത, ഫിറോസിക്ക, സജ്ല. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരെയും ഒന്നും കൂടെ ഇത്തിരി ഒന്ന് കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൂട്ടാനായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പ്രൈസുകളെ പറ്റി. നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നർ ലഭിക്കാൻ പോകുന്നത് ആൽഫോൺ ബിൽഡേഴ്സ് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനവും, ദെൻ തേർഡ് പ്രൈസ് സൂപ്പർനോ നൽകുന്ന ഒരു നാനോ കാറുമാണ്. ഏതായാലും നാനോ കാർ ആയിരിക്കോ, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ സമ്മാനമായിരിക്കോ, അല്ലെങ്കിൽ 12 ലക്ഷം രൂപയുടെ സമ്മാനമായിരിക്കോ നമ്മുടെ അക്ഷയ് കുമാർ കൊണ്ടുപോകാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞു. ഏതായാലും അക്ഷയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന ഇൻ ഖവാലി സോങ് റൗണ്ട്. ലെറ്റ്സ് വെൽക്കം അക്ഷയ്. അക്ഷയ് അങ്ങനെ ഖവാലി പാടാനായിട്ട് നല്ല സുന്ദര കുട്ടനായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട് അക്ഷയ്ക്ക്. അപ്പൊ ഇപ്പൊ എന്താ തോന്നണേ? സന്തോഷമുണ്ട്. അപ്പൊ നല്ല പോലെ നല്ല രീതിയിൽ പാട്ട് പാടാം കേട്ടോ. ഏത് പാട്ടാ പാടാൻ പോണേ മോൻ? ഓക്കെ, ഖവാലി ആദ്യമായിട്ടാണോ ഇവിടെ അറ്റംപ്റ്റ് ചെയ്യാൻ പോണേ? ഇതിനു മുമ്പ് ഒന്നും പാടിയിട്ടില്ല അല്ലേ. അപ്പോൾ ഗ്രൂമേഴ്സൊക്കെ നല്ല രീതിയിൽ മോനെ ഗ്രൂം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ല പോലെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നല്ല രീതിക്ക് പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തേടി ഞാൻ മമ ചിന്താരഥം ഓട്ടി ഞാൻ മമ ചിന്താരഥം ഓട്ടി ഞാൻ രാജാവേ ഖോജരാജാവേ തേടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഖോജരാജാവേ തേടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ചിന്താരഥം ഓട്ടി ഞാൻ
കാണേണം ഞാൻ, പാൽ കേഴുന്നു തേങ്ങുന്നു ഞാൻ. ഓട്ടിനാൻ മമ ചിന്താരഥം
അക്ഷയ് ചേച്ചി അങ്ങനെ കവാലി പാടിക്കഴിഞ്ഞല്ലേ? ഇതൊരു സുഖമായിരുന്നു എന്നറിയോ കേൾക്കാനായിട്ട്. അതുപോലെ തന്നെ കോറസ് ടീം ഉണ്ടായിരുന്നു. ഇതാ ഇവരെല്ലാവരും നല്ലപോലെ മോനെ സപ്പോർട്ട് ചെയ്തു. മോനൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയോ പാടിക്കഴിഞ്ഞപ്പോൾ? തോന്നിയല്ലേ? നമുക്കിനി ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. ഫിറോസിക്ക, അക്ഷയുടെ ഈ ഒരു കവാലിയെ പറ്റി. അക്ഷയ്, ക എവിടെ ശബ്ദം? ശബ്ദം എവിടെ? വരട്ടെ, ഒന്ന് ഉറക്കെ വിളിച്ചേക്കാന്ന്. ഇനി ആ വിളി അധികം നമ്മൾ ഫൈനലിൽ ഇനി ഒരുപാട് വിളിപ്പിക്കാൻ പറ്റില്ല ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന്. സെമി ഫൈനലായില്ലേ, ഉറക്കെ ഒന്ന് വിളിച്ചേ. ഇക്ക ആ ചിരിയില്ലേ ആ മുഖത്ത്? ചിരിച്ചോ? നന്നായി പാടി, മനോഹരമായിട്ട് പാടി കേട്ടോ. കുഞ്ഞു മൂസക്കയുടെ മനോഹരമായൊരു പാട്ട്, അത് ഭംഗിയായിട്ട് പാടി കേട്ടോ. ഇതിൽ മോനെ ഇനിയും ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഒക്കെ മോൻ്റെ തൊണ്ടയിൽ വരുന്ന കുട്ടിയാണ്. പാടുന്നത് ക്ലീനായിട്ട് പാടുന്ന കുട്ടിയാണ്. അതാണ് എനിക്ക് അക്ഷയെ കുറിച്ചുള്ള ഒരു അഭിമാനം. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ഇനി അത് പറയുന്നില്ല, ഇനി അത് പറയുന്നേ ഇല്ല. പ്രേക്ഷകർ ഈ കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് പറയൽ തന്നെയാണോ ഫിറോസ്ക പണിയെന്ന്. ചെറിയ ശബ്ദമാണെന്ന് ഞാൻ പറയാറില്ലേ, നേർമ. പക്ഷേ പാടുന്നത് ആ ചെറിയ വോയിസിലാണെങ്കിലും പാടുന്ന സംഗതികൾ ആക്യുറേറ്റായിട്ട് പാടുന്ന കുട്ടിയാണ്, വളരെ ക്ലീനായിട്ട് കേട്ടോ. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കുന്നു എന്നുള്ള പ്ലാനുകൾ. ഇതിലും ഇപ്പോൾ 3 അനുപല്ലവിയല്ലേ പാടിയത്? 3 അനുപല്ലവിയിൽ വേണമെങ്കിൽ ആദ്യത്തെ അനുപല്ലവിയുടെ ഇടയിൽ ഇവർ കോറസ് പാടിയതിന് ശേഷം ഒരു ആലാപ്പ് പാടിയില്ലേ? രണ്ടാമത്തതിൽ വേണമെങ്കിൽ നമുക്ക് വേറെ സ്റ്റൈലൊക്കെ പാടായിരുന്നു. പക്ഷേ ഈ പാട്ടിൻ്റെ ആ വൃത്തിയൊക്കെ കുഞ്ഞുമൂസക്ക അഭിമാനിക്കും മോൻ ഈ പാട്ട് പാടുന്നത് കേട്ടാൽ. കാരണം അത്ര ഭംഗിയായിട്ട് പാടി, പാട്ടിന് ഒരു കോട്ടവും തട്ടിക്കാതെ. പിന്നെ ഖവാലിയുടെ എല്ലാ നിയമങ്ങളും നമ്മുടെ സംഘം എല്ലാ പാട്ടിലും പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭംഗിയായി പാടി. താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച് ഫിറോസിക്ക. സജ്ല, നല്ലൊരു ഉഷിരൻ ഖവാലി സോങ്, നല്ല ആത്മാർത്ഥത ഉണ്ടായിരുന്നു മോൻ്റെ പാട്ടിൽ. മോൻ്റെ വോയിസ് പറയാറുണ്ടല്ലോ ഞങ്ങൾ, കുറച്ച് ലൈറ്റ് വോയിസാണ് മോൻ്റെ. ആ ഒരു വോയിസിൽ ഖവാലി സോങ് എങ്ങനെയാണ് വരിക എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ നന്നായിട്ട് പാടി കേട്ടോ, നന്നായിരുന്നു. ആ ഒരു എഫക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ഐ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്യായിരുന്നു എല്ലാവരുമായിട്ട്. അതൊക്കെ കുറച്ച് മോന് പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തുടക്കം മുതൽ ഈ സെമി ഫൈനൽ വരെ മോൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് കാണാം. അത് മോൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കുറേ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അത് ഇവിടുന്ന് പാടി എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ ഇമ്പ്രൂവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സജ്ല. ഇനി നമുക്ക് നമ്മുടെ അക്ഷയ് കുട്ടൻ്റെ പാട്ടിനെ പറ്റി ചോദിക്കാം. രഹനത്തിനടുത്ത്. രഹനത്ത. അക്ഷയ്, എനിക്കും അതെ, അക്ഷയൻ്റെ ഈ വോയിസിൽ എങ്ങനെ ഉണ്ടാവും ഒരു ഖവാലിന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ മോനെ. പക്ഷേ അതൊന്നും കണ്ടില്ല. മോന് നല്ല ഫീലായിരുന്നു മോന് ആ എപ്പോഴും ഉണ്ടാവുന്ന ആ ഫീല് ശരിക്ക് ഖവാലിയിലും മോൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് എനിക്ക് ഒത്തിരി മോൻ്റെ ആ സ്റ്റൈൽ എനിക്കിഷ്ടമാണ്. പിന്നെ ആ നാസിക ഞാൻ പറഞ്ഞില്ലേ മൂക്കിൻ്റെ, അതൊക്കെ ഇപ്പോൾ ഒത്തിരി മാറ്റം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വോയിസിൻ്റെ ക്ലിയർ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അതും കൂടി ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കുറച്ചും കൂടിയൊക്കെ ഇനിയിപ്പോൾ ഏജ് ഒന്നും കൂടി ആകുമ്പോൾ മോനൊരു ഡെപ്തൊക്കെ വരുമ്പോൾ മോന് നന്നായിട്ട് തന്നെ പാടാൻ പറ്റും. എന്തായാലും നല്ലൊരു സോങ്, അത് നല്ല സുഖമായിട്ട് ഒന്ന് കേൾക്കാൻ പറ്റി, ചെറിയ മിസ്റ്റേക്കുകൾ ഒഴിച്ചാൽ. അപ്പോൾ അതും കൂടി ഇനി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ചില കാര്യങ്ങൾ കൂടി മോനുണ്ട് ശ്രദ്ധിക്കാൻ. കാരണം ഇനി ഒന്നുമില്ല, ഇനി അങ്ങോട്ട് റൗണ്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയണേ. ബാക്കിയൊക്കെ നന്നായിരുന്നു മോനെ. താങ്ക് യു. താങ്ക് യു സോ മച്ച് രഹനത്ത ആൻഡ് ഓൾ ജഡ്ജസ്. അപ്പോൾ അക്ഷയുടെ ഖവാലി സോങ് കഴിഞ്ഞപ്പോൾ എത്ര മാർക്സ് ആണ് ഔട്ട് ഓഫ് 100 എന്നുള്ളത് നമുക്ക് ചോദിക്കണം നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്ത്. ആദ്യമായിട്ട് രഹനത്ത, ഔട്ട് ഓഫ് 40 എത്ര മാർക്കാണ് കൊടുക്കാൻ പോണേ? 39. 39 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40. അക്ഷയ്ക്ക് 39. Again 39 out of 40. Then Sajla out of 20. 19 out of 20. അങ്ങനെ അക്ഷയുടെ ടോട്ടൽ സ്കോർ 97 out of 100. സന്തോഷമായി. ഇപ്പം ശരിക്കുള്ള ശരിയൊക്കെ വന്നല്ലേ? വീണ്ടും അടുത്ത റൗണ്ടിൽ കാണാം. കുട്ടമ്മാവ എന്ന് പറഞ്ഞ ശരിക്കോ? താങ്ക് യു. ഏതായാലും കഴിഞ്ഞൊരു കവാലി നിങ്ങളുടെ മനസ്സിലിങ്ങനെ ഇടം നേടി എന്നുള്ളത് നമുക്കറിയാം. അടുത്തതായിട്ട് സംഗീതത്തിൻ്റെ രാജ്ഞിയായ നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഒരു ഗാനവുമായിട്ട് നമ്മുടെ പുണ്യ വരുന്നുണ്ട്. ലെറ്റ്സ് വെൽക്കം പുണ്യ ഓൺ ടു ദി റൈസ് ഫോർ ദാറ്റ് സ്വീറ്റ് പെർഫോമൻസ്.
അശ്വതി എന്ത് അങ്ങനെ സെമി ഫൈനൽ വന്ന് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ സെമി ഫൈനൽ വരെ എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് ഫൈനലാണ്. അപ്പോൾ ഫൈനലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ സെമി ഫൈനലിൽ നല്ലപോലെ പാടണം. ചിത്ര ചേച്ചിയാണോ ഫേവറേറ്റ് സിംഗർ? അപ്പോൾ ഇന്ന് ചിത്ര ചേച്ചിയുടെ ഒരു മാപ്പിളപ്പാട്ട് പാടാനാണ് വന്നിട്ടുള്ളത്. ഏത് പാട്ടാ? മസ്ജിദ് അൽ ഹറമിൻ്റെ ഉണ്ട്. ഓക്കെ, ഈ സോങ് ആരാ സെലക്ട് ചെയ്തതെന്ന്? എനിക്ക് അശ്വിൻ തന്നെ സെലക്ട് ചെയ്തു. ഇപ്പൊ എത്തി അവിടെ വരെ എത്തി. നമ്മുടെ കുട്ടിപ്പട്ടർമാലെ കണ്ടസ്റ്റന്റ് ആയ അശ്വിൻ ആയിരുന്നു. അശ്വിൻ അല്ലേ? അപ്പോൾ ഇതിൽ മഷിനാണ് പാട്ട് സെലക്ട് ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മഷിൻ സെലക്ട് ചെയ്ത ആ പാട്ട് പുണ്യപ്പോൾ ഇവിടെ പാടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ആസ്വദിക്കാം. ഓൾ ദി ബെസ്റ്റ് മോളും. മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. എൻ്റെ മലിക്കുൽ ജബ്ബാറിൻ്റെ തിരുമുൻപിലൊരിക്കൽ വീണ് നമസ്കരിക്കും. ഞാൻ കേണുതുവായിരക്കും. മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. ഹജറുൽ അസ്വദ് ചുംബിക്കും ഞാൻ. 7 തവാഫുകൾ നിറവേറ്റും. ഹജറുൽ അസ്വദ് ചുംബിക്കും ഞാൻ. 7 തവാഫുകൾ നിറവേറ്റും. കഅബത്തിൻ കില്ല പിടിച്ചിടും. എൻ ഖൽബിൻ സങ്കടമോടിയിടും. കഅബത്തിൻ കില്ല പിടിച്ചിടും. എൻ ഖൽബിൻ സങ്കടമോടിയിടും. കരുണാമയനിൽ പേടിയിടും. മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. സഫ മറുവായിൽ എത്തിയിടും ഞാൻ. സയ്യകളൊക്കെയും ചെയ്തിടും. സഫ മറുവായിൽ എത്തിയിടും ഞാൻ. സയ്യകളൊക്കെയും ചെയ്തിടും. മുസ്ദലിഫയിലും മീനായിൽ ഞാൻ മനം കുളിരായി പാർക്കും. മുസ്ദലിഫയിലും
മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. എൻ്റെ മലിക്കുൽ ജബ്ബാറിൻ്റെ തിരുമുൻപിലൊരിക്കൽ വീണ് നമസ്കരിക്കും. ഞാൻ കീണുതുവായിരിക്കും. മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. പുണ്യ, അങ്ങനെ ചിത്ര ചേച്ചി റൗണ്ടിൽ പാട്ട് പാടിക്കഴിഞ്ഞു. എന്ത് തോന്നി മോളു? സാരില്ല കേട്ടോ, നമുക്ക് റഹ്നത്തിൽ നിന്ന് തുടങ്ങാം. പുണ്യ, കരയണ്ട. അല്ല, എനിക്കത് മനസ്സിലാവും. കാരണം പുണ്യക്ക് സത്യം പറഞ്ഞത് ചിത്രയിച്ചിട്ട് ഹിറ്റായിട്ടുള്ള നേരത്തെ ഇവിടെ മെഹറിൻ പാടിയ അതേ ആൽബാട്ടോ മോളെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ പിന്നിലുള്ള ഒരു കഥ പാടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതിലും ഈ സോങ്ങും ആ കാസറ്റിൽ തന്നെ ഉള്ളതാണ്. ചേച്ചിയുടെ ഓഡിയോ ട്രാക്സിന് വേണ്ടിയിട്ടാണ് പാടിക്കൊടുത്തത് കംപ്ലീറ്റ് ഈ സോങ്. അപ്പോൾ ശരിക്കും ഞാൻ തന്നെയാണ് ഇത് ഔക്കാക്കാൻ്റെ അടുത്ത് ആദ്യം കയറി പഠിച്ചിരിക്കണേ. ഈ പാട്ടും ഇതൊക്കെ അതിൽ തന്നെയായിരുന്നു. OM കരുവാരക്കുണ്ട് മാഷ എഴുതി, കോഴിക്കോട് അബൂബക്കർ സംഗീതം. പിന്നെ എനിക്ക് തോന്നുന്നു പുണ്യക്കുട്ടിക്ക് ഇത് ശരിക്ക് പാടി ഫലിപ്പിച്ച് അല്ലേ, അങ്ങനെ പാടാൻ പറ്റിയ ഒരു പാട്ടായിരുന്നു. പക്ഷേ ശബ്ദം ശരിക്കും ടോൺ പോലും മോളത് കുറേ മാറിയിട്ടുണ്ട് കേട്ടോ മോളെ. അതെനിക്ക് വ്യക്തമായിട്ട് എനിക്ക് മോളത് തുടങ്ങിയപ്പോൾ തന്നെ ശബ്ദം, അതുകൊണ്ടാണ് ആ ഫസ്റ്റ് തന്നെ മസ്ജിദുൽ ഹറമിൻ്റെ പടിവാതിലിൽ ഞാൻ ആ സംഗതിയില്ല, അതൊക്കെ ഒരു വേറൊരു ടോണിൽ കൂടെ ഒക്കെ അങ്ങോട്ട് വന്നുപോയി, അടിച്ചൊക്കെ അങ്ങോട്ട് വരുന്ന പോലെ വന്നു. അത് ആ ത്രോട്ട് ശരിക്കും വേറൊരു മൂക്കൊക്കെ അടഞ്ഞപ്പോഴേ ഓരോരുത്തർ അത് ശബ്ദം മൊത്തം അടവുമ്പോൾ നമുക്ക് ഓരോ വേറെ ടോണായിരിക്കും നമ്മളത് വരിക. എന്താ പറയുക, നമ്മളെ പണ്ടത്തെ ആ വില്ലൻ വന്നും ചെയ്തു അല്ലേ, അതന്നെ. അത് ഇല്ലാത്ത എനിക്ക് തോന്നുന്നു അത് ശബ്ദം അടയ്ക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റൂലല്ലോ എപ്പോഴാണ് നമുക്ക് വെള്ളിയടിക്കുക, ശബ്ദം ഇടറുക, വെള്ളം ഇതാവുക എന്നൊന്നും പറയാൻ പറ്റൂല. പിന്നെ അതൊരു കോമ്പറ്റീഷൻ ആകുമ്പം ആ സമയത്ത് വന്നു പോയി, അത്രേ ഇനി പറയാൻ പറ്റുള്ളൂ. എന്നാലും മോള് ആ ശബ്ദം വെച്ചിട്ട് പോലും ഉണ്ടല്ലോ, ഫീലൊന്നും മോൾ എവിടെയും കൊണ്ട് കളഞ്ഞില്ല. അത് മോള് മാക്സിമം കേട്ടോ, എനിക്കത് ഒത്തിരി സ്ഥലത്ത് ഇഷ്ടമായി. നമ്മൾ ശബ്ദം അടപ്പുണ്ടെങ്കിലും നമ്മൾ ചിലപ്പം ശബ്ദം പോവാതിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതൊന്നും നോക്കാണ്ട് മോൾ ആ ഫീല് കൊടുക്കേണ്ടിടത്തൊക്കെ മോൾ നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഈ ഒരു ടോൺ കൊണ്ട് ഇങ്ങനെ വന്നത് അതിനിപ്പോൾ സാരല്ലേ മോളെ, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു റഹ്നക്ക. പുണ്യ, ഫിറോസിക്ക. പുണ്യ, കരയണ്ട, കരയൊന്നും വേണ്ട. അങ്ങനെ കരയാനുള്ളതൊന്നുമില്ല. മോള് പാടി, നന്നായി തന്നെ പാടി കേട്ടോ. അത് അവസാനം പാട്ടിൽ വന്നതും ഒക്കെ ഈ സെമി ഫൈനലിൻ്റെ ഗൗരവം വെച്ച് ഞങ്ങൾ അളക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നത്, അതേ ഉള്ളൂ കേട്ടോ. മോള് നന്നായി പാടി, സംഗതികളൊക്കെ പാടി. ആദ്യമാണ്, തുടക്കത്തിലൊക്കെയാണ് ആ സംഗതി കുറച്ച് കയ്യിൽ നിന്ന്. അത് മോൾക്കൊന്ന് ഈ ശ്രുതി, യഥാർത്ഥത്തിൽ മോൾക്ക് ഇതിൻ്റെ ഈ ശ്രുതി കംഫർട്ടബിൾ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. മോളുടെ ശബ്ദത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഈ സെമി ഫൈനൽ ഘട്ടത്തിലൊക്കെ നിങ്ങൾ പാടുമ്പോൾ തൊണ്ടയ്ക്കൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ട് വരാനുള്ള ഒരു അവസരങ്ങളും നിങ്ങൾ കൊടുക്കരുത്. കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഞങ്ങൾ കൊടുക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അല്ല, പക്ഷെ അതെന്തോ അങ്ങനെ വളരെ സൂക്ഷിക്കണമായിരുന്നു കേട്ടോ. ഏതായാലും മോൾക്ക് നമുക്ക് സമാധാനിക്കാം. എങ്ങനെ നമുക്ക് ദർബാർ എന്ന റൗണ്ടിൽ ഇനിയും ഒരു പാട്ട് വരാനുണ്ട് മോൾക്ക് അല്ലേ. അത് മനോഹരമായിട്ട് പാടാൻ ശ്രമിക്കുക, അത് മാക്സിമം പാടണം. ഇത് പാടിയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഈ വന്ന മിസ്റ്റേക്കുകളൊക്കെ രണ്ടാമത് പാടിയ ഒരു ദിവസം പോകും, പിന്നെ അത് മൂന്നാം പ്രാവശ്യം ഒരു സ്ഥലത്തെ ഇടപ്പല്ലവി പാടിയപ്പോൾ അതൊക്കെ കുറച്ച് കയ്യിൽ നിന്ന് ഇങ്ങനെ ആ സ്റ്റഡിനെസ് പോയി അതിൻ്റെ. പിന്നെ രഹന പറഞ്ഞൊരു കാര്യം ഞാനൊന്നുകൂടെ ഏറ്റു പറയാം. പുണ്യക്ക് ഈ തൊണ്ടയിൽ വെള്ളി വന്നതും ഈ സ്ക്രാച്ച് വന്ന ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ, അതൊക്കെ സുഖപ്പെട്ടാൽ തിരുത്താവുന്നതാണ്. പക്ഷെ മോളുടെ ഉള്ളിലുള്ള സിംഗിങ് ഫീലുണ്ടല്ലോ, അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അത് മോൾക്കുണ്ട്, അത് ഇൻബോണാണ്, അത് കിട്ടണം മോളെ. അത് പാടുവാനുള്ള ആ കഴിവ് മോൾക്ക് കിട്ടണം. ആ കഴിവുള്ളത് കൊണ്ടാണ് മോൾ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അത് മനസ്സിലാക്കിയില്ലേ? എത്ര പാട്ടുകൾ ഞങ്ങളെ കിടുക്കി പാടി. തുടക്കത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, കരളിൽ വിരിഞ്ഞ റോജ പാടിയ പുണ്യ അല്ലേ. ഞാനൊന്ന് ചിരിക്കാനായി പറയുന്നതൊക്കെ, എന്നിട്ടും കരഞ്ഞു നിൽക്കുക. കരയണ്ട,
ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സജ്ല, പുണ്യ, എന്താണ് ഇപ്പോൾ ഫുൾ സ്റ്റൈലിലാണല്ലോ എപ്പോഴും വരാറ്? ഡ്രസ്സിങ്ങിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് തോന്നുന്നല്ലോ അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നല്ല നല്ല ഡ്രസ്സിങ് ആയിട്ടാണ് വരുന്നത്. ഇതാരെങ്കിലും സ്പോൺസറിങ് ചെയ്താണോ? വടകരയിലെ ABCD എന്ന് പറഞ്ഞ കടയിൽ നിന്ന്. ആണല്ലേ, നല്ല ഭംഗിയുണ്ട്. പിന്നെ മോള് ടെൻഷനൊന്നും അടിക്കണ്ട, നന്നായി പാടുന്ന മോളാണ്, എല്ലാവർക്കും അതറിയാം. പക്ഷെ ഇന്ന് മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ അല്ലേ? ആ ഒരു നമുക്കിപ്പോൾ ഹെൽത്തിന് വയ്യായിക ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ എന്തായാലും ആ ഒരു കൺട്രോൾ കിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. മോൾക്കും അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ പാടുമ്പോൾ. മോൾക്ക് നന്നായി ഷൈൻ ചെയ്യാൻ പറ്റുന്നൊരു പാട്ട് തന്നെയാണ് ഇത്. പക്ഷേ മോള് വിചാരിക്കുന്ന ആ ഒരു കൺട്രോളിൽ മോൾക്ക് കഴിയുന്നില്ല പാടാൻ. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല വോയിസ് സ്ട്രെയിൻ ഉണ്ട്, അതുകൊണ്ടാണ് ലാസ്റ്റ് വെള്ളി വന്നത്. എന്തായാലും പറഞ്ഞല്ലോ, ഒരു ദർബാറിലൊരു പാട്ടും കൂടിയുണ്ട്. അത് മോള് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ഹെൽത്ത് കുറച്ചുകൂടെ കെയർ ചെയ്തിട്ട് മോള് പാടാൻ ശ്രമിക്കും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അപ്പോൾ പുണ്യക്കുട്ടി, മാർക്സ് ചോദിക്കാം നമുക്ക്. റഹനത്ത ഔട്ട് ഓഫ് 40. 38. 38 out of 40. ഫിറോസിക്ക ഔട്ട് ഓഫ് 40. പുണ്യക്ക് 38. 38 again out of 40. സജ്ല 20. പുണ്യക്ക് 18.5. 18.5. സോ മോളുടെ ടോട്ടൽ സ്കോർ 94.5 ആണ് ഔട്ട് ഓഫ് 100. കാരണം നമ്മുടെ ജഡ്ജസ് എല്ലാവരും പറഞ്ഞു എന്താണ് പുണ്യ എന്നുള്ളത് ജഡ്ജസിനും അറിയാം, പ്രേക്ഷകർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. മോൾക്ക് വയ്യ, നമുക്കറിയാം, ശബ്ദം അടച്ചിരിക്കുകയാണ്, കോൾഡാണ്, പനിയാണ്. ഇനി ഒരു റൗണ്ടും കൂടി ഇല്ലേ, അതിൽ നമുക്ക് അടിച്ചു പൊളിച്ച് നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളും. കരയരുത് കേട്ടോ, നല്ല കുട്ടിയായിട്ടിരിക്കും. ഇപ്പൊ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു കവാലി ആംബിയൻസ് ഒക്കെ ഇവിടെ തോന്നുന്നുണ്ട് അല്ലേ? ആൻഡ് മറ്റാരുമല്ല, ഇതാ നമ്മളോടൊപ്പം നമ്മുടെ മിഷാലുണ്ട്. മിഷാലാണ് ഇനി കവാലി സോങ് പാടാൻ പോകുന്നത്. അപ്പം എപ്പോഴും നമ്മൾ പാടാൻ പോകുന്ന കുട്ടിയുടെ അടുത്ത് ചോദിക്കാറില്ലേ പാട്ടിനെ പറ്റിയിട്ടും ബാക്കിയുള്ള സപ്പോർട്ടിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ എന്താ പറയുക, കുറേ നേരമായിട്ട് നമ്മുടെ എല്ലാ കുട്ടികളെയും ഖവാലി റൗണ്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന മ്യൂസീഷ്യൻസ് സിംഗേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവർക്കൊരു ചാൻസ് കൊടുക്കാം. മിഷാലിൻ്റെ പാട്ടിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. ആരാ പറയുക? കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന നമ്മുടെ എന്താ പറയാ ബഷീർക്ക, ആ ഇൻസ്ട്രുമെന്റ് ഒന്ന് കാണിക്കോ? ഇൻസ്ട്രുമെന്റ് കുഴപ്പമൊന്നുമില്ലല്ലോ. ബഷീർക്കയുടെ കയ്യിലൊക്കെ ഒരുപാട് തഴമ്പ്, ഇതൊരു ആധാരതാളം നമുക്ക് പിടിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. കയ്യിലൊക്കെ ഒരുപാട് തഴമ്പ് വന്നിട്ടുണ്ട്. അത് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് വായിക്കുന്നു. ശരിയാണ്. അപ്പൊ ഇന്ന് മിഷാലിന്റെ ഈ ഒരു പാട്ടിനെ പറ്റിയിട്ട് മിഷാലെ, നമ്മൾ ഇപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് അറിയാം എങ്കിൽ പോലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടും നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഏതാണ് പാട്ട്? ചൊവ്വലുള്ള ബക്കർക്ക് രചിച്ച് താമരയൂർ ബക്കർ മാഷ്, 2 ബക്കർമാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, സംഗീതം ചെയ്ത മരുഭൂവിലെ മണിലിന സോങ്. മുമ്പത്തെ ബട്ടർമാലിൽ എപ്പോഴോ റിഷാം എന്ന് പറയുന്നൊരു പാട്ടുകാരൻ ഇവിടെ പാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഏറ്റവും നന്നായിട്ട് ഈ പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് മിഷാൽ, ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അഷ്റഫുക്ക, നമ്മുടെ എല്ലാ ഓർക്കസ്ട്ര മെമ്പേഴ്സും സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഈ പാട്ട് എന്തായാലും വേദിയിൽ ഏറ്റവും നന്നായിട്ട് കേൾക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മിഷാലിന് എല്ലാ ആശംസകളും. പാവങ്ങൾക്കാശ്രയമേകിയ പൊന്നിധിയേ, പൂമണിത്താരകമായി തിളങ്ങിയോ മമ്പുറം ചെയ്യത് അലവി തങ്ങളൊരേ മണ്ണിതിലൊളി ചിന്നും പെരിയോർകളി. മരുഭൂവിലെ മണ്ണിൽ പുണ്യമായ മണ്ണിൽ, മരുഭൂവിലെ മണ്ണിൽ പുണ്യമായ മണ്ണിൽ നബിയൊരു തലമുറയിൽ ജനിച്ചവരെ, നബിയൊരു തലമുറയിൽ ജനിച്ചവരെ മതമോദിയ വചനങ്ങൾ ഉയർത്തി മണ്ണിൽ, മതമോദിയ വചനങ്ങൾ ഉയർത്തി മണ്ണിൽ മനുജനു തണലേ
ഷെയ്ഖവരേ മരുഭൂവിലെ മണ്ണിൽ പുണ്യമായ മണ്ണിൽ മരുഭൂവിലെ മണ്ണിൽ പുണ്യമായ മണ്ണിൽ പാലൊളിത്തിങ്കളേ തോമല മുത്തൊളിവേ ആ പാലൊളിത്തിങ്കളേ തൂമലർ മുത്തൊളിവേ പതിതർക്കാശ്രയ പൂന്തണലേ പതിതർക്കാശ്രയ പൂന്തണലേ പാലൊളിത്തിങ്കളേ തൂമലർ മുത്തൊളിവേ പതിതർക്കാശ്രയ പൂന്തണലേ പതിതർക്കാശ്രയ പൂന്തണലേ പോരിശ കാട്ടി ജനനായകനായവരെ പോരിശ കാട്ടി ജനനായകനായവരെ പോർവിളി ഉയർത്തിയ പുണ്യ ഹബീബരെ പോർവിളി ഉയർത്തിയ പുണ്യ ഹബീബരെ എന്നെന്നും ഞങ്ങളെ കാത്തരുളിയിടണേ മമ്പുറം തങ്ങളെ ശൈഖവരെ ആ മമ്പുറം തങ്ങളെ ശൈഖവരെ മമ്പുറത്തൊലിയുള്ള ശൈഖവരെ മമ്പുറത്തൊലിയുള്ള ശൈഖവരെ ആ മമ്പുറത്തൊലിയുള്ള ശൈഖവരെ ആ മമ്പുറത്തൊലിയുള്ള ശൈഖവരെ ആ മമ്പുറത്തൊലിയുള്ള ശൈഖവരെ മമ്പുറത്തൊലിയുള്ള ശൈഖവരെ മരുഭൂവിലെ മണ്ണിൽ പുണ്യമായ മണ്ണിൽ മരുഭൂവിലെ മണ്ണിൽ പുണ്യമായ മണ്ണിൽ ഹാജി മുഹമ്മദിന് പോരിശയാലേ ആ ആ ഹാജി മുഹമ്മദിന് പോരിശയാലേ റഹ്മത്തേകിയ പൂനിധിയേ റഹ്മത്തേകിയ പൂനിധിയേ ഹാജി മുഹമ്മദിന് പോരിശയാലേ റഹ്മത്തേകിയ പൂനിധിയേ റഹ്മത്തേകിയ പൂനിധിയേ വീരനി ധീരനായി വെള്ളക്കാരണികളെ വീരനി ധീരനായി വെള്ളക്കാരണികളെ വേരോടെ വീഴ്ത്താനായി പൊരുതിയ ധീരരെ വേരോടെ വീഴ്ത്താനായി പൊരുതിയ ധീരരെ എന്നെന്നും
മതമോദിയ വചനങ്ങൾ ഉയർത്തി മണ്ണിൽ, മതമോദിയ വചനങ്ങൾ ഉയർത്തി മണ്ണിൽ, മനുജനു തണലേകിയ ശൈഖവരേ, മമ്പുറത്തൊലിയുള്ള ശൈഖവരേ, മമ്പുറത്തൊലിയുള്ള ശൈഖവരേ. മരുഭൂവിലെ മണ്ണിൽ, പുണ്യമായ മണ്ണിൽ, മരുഭൂവിലെ മണ്ണിൽ, പുണ്യമായ മണ്ണിൽ, മരുഭൂവിലെ മരുഭൂമിയിലെ മണ്ണിൽ, പുണ്യമായ മണ്ണിൽ, 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 മരുഭൂമിയിലെ മണ്ണിൽ, പുണ്യമായ മണ്ണിൽ. മിഷാൽ, ചേച്ചി അങ്ങനെ ഖവാലി റൗണ്ടിൽ പാടിക്കഴിഞ്ഞല്ലേ, വളരെ മെച്ചുവേർഡായിട്ട് പാടുന്ന പോലെ തോന്നി. ആൻഡ് നല്ലൊരു വിഷ്വലായിരുന്നു നമുക്ക് തന്നെ. എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നല്ല പോലെ പാടി. നമുക്ക് ചോദിക്കാം ജഡ്ജസിൻ്റെ അടുത്ത്. ഫിറോസിക്ക, മിഷാൽ ഇക്ക നന്നായി പാടി, താങ്ക് യു. ഉഷാറായി പാടി കേട്ടോ. ഒരു എനിക്ക് ഇവിടെ അജ്മീരിലോ നാഗൂറോ ഒക്കെ പോയൊരു ഫീല് കിട്ടി, ശരിക്കും കിട്ടി. അതെന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് ഈ പാട്ടിൻ്റെ ഖവാലികൾ ഒരുപാട് കേൾക്കുന്ന സ്ഥലങ്ങളാണ് 2 സ്ഥലങ്ങൾ. അവിടെ ഖവാലി സിംഗേഴ്സ് ഒരുപാടുണ്ട്. ഖവാലിയുടെ പൂർണ്ണമായി നമുക്ക് കിട്ടാവുന്ന 2 എളുപ്പമുള്ള സ്ഥലങ്ങളാണ് പെട്ടെന്ന് പറഞ്ഞത് അല്ലേ. ഖവാലി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയുടെ ഒരു സംഗീത രൂപമാണ്. പാകിസ്ഥാനിൽ ഭയങ്കരമായിട്ട് പ്രയോഗിക്കുന്ന അതിൻ്റെ ഒരുപാട് വലിയ വലിയ പാട്ടുകാരില്ലേ, നുസ്രത്ത് ഫത്തേ അലി ഖാൻ അല്ലേ. തൊണ്ടയിൽ സ്ക്രാച്ച് വരുന്നതൊക്കെ ഖവാലിക്ക് അനുവദിച്ച കാര്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഖവാലിയുടെ ഒരു നിയമത്തിൽ പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇനി അതുകൊണ്ട് ഇനി സ്ക്രാച്ച് വരുത്തണ്ട കേട്ടോ. നന്നായി പാടി, താങ്ക് യു. എല്ലാ ഫീലും, സ്വരങ്ങളൊന്നും പാടിയില്ലെങ്കിലും ആ മൊത്തത്തിലുള്ള ഫീലെല്ലാം കിട്ടി ഇല്ല. ഇതൊരു പുകഴ്ത്തൽ സോങ്ങാണ് അല്ലേ, മമ്പുറത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പാട്ടാണ്. പിന്നെ എനിക്ക് ആദ്യം ഇങ്ങനെ പാടി വന്നില്ലേ, അവിടെ പല്ലവിയിലേക്ക് ഇങ്ങനെ കടന്നു വന്ന സമയത്ത്, വിരുത്തം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഒന്നുകൂടി ആ പ്ലാനുകളൊക്കെ ഒരു ക്ലാരിറ്റി വരാണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഭയങ്കര ക്ലാരിറ്റിയിലേക്ക് വന്നു. പിന്നെ മിഷാൽ ഖവാലിയിലേക്ക് അങ്ങോട്ട് കയറിയില്ലേ, അപ്പോൾ പിന്നെ മതി മറന്ന് പാടി, മറന്നു ഇത് കുട്ടിപ്പട്ടുറുമാൽ സെമി ഫൈനലാണെന്ന് മറന്നു. ഞാനൊരു വേദിയിൽ ഖവാലി പാടുകയാണ് ഓഡിയൻസിന് വേണ്ടി എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയാണ് ഖവാലി പാടുക, അങ്ങനെ തന്നെ ഖവാലി പാടുക കേട്ടോ, മറന്ന് പാടുക എന്നുള്ളതാണ്. മനസ്സിലായോ? നന്നായി പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. താങ്ക് യു ഫിറോസിക്ക. റഹനത്ത, മിഷാൽ, ഞാൻ ഈ പാട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിഷാൻ പാടിയിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സോങ്ങാണ് മോനെ, ഖവാലിക്ക് പറ്റിയൊരു സോങ്. മോൻ ഒരുപാട് പാടാനുള്ളൊരു സോങ്, അത് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ മോന് ഇപ്പോൾ ഒരു സെമി ഫൈനലിലാണ് കടന്നുകൂടിയിരിക്കുന്നത് മനസ്സിൽ. അത് ശരിക്കും വിശാലിൻ്റെ ആ ഒരു എന്താ പറയുക, ആ പാടുന്ന കഴിഞ്ഞ റൗണ്ടിലൊക്കെ പാടിയ ഒരു കൂളായിട്ട് പാടുന്ന മിഷാലിപ്പോൾ ഇപ്രാവശ്യം ഒരു ടെൻഷനുണ്ട്, സെമിയുടെ ആ ഒരു ടെൻഷനുണ്ട്. നേരത്തെ പാട്ടിലുണ്ടായിരുന്നു ആ ഇതൊരു സ്ട്രെയിൻ എന്നല്ലാണ്ട്. പക്ഷെ അസാധ്യമായിട്ട് തന്നെ പാടി കേട്ടോ. ഞങ്ങളതിവിടെ പറയുക നന്നായിട്ട് തന്നെ പാടുന്നതാണ്. കാരണം നന്നായിട്ട് ഒരു സ്ഥലത്തും മോനും അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്ന അല്ലേ, അങ്ങനെ ഒരു ഭാഗമില്ല. അത് സംഗതികൾ പാടണം. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എന്നല്ലാതെ ഒരു കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ വന്നു എന്നല്ലാണ്ട് മോൻ അസാധ്യമായിട്ട് തന്നെ പാടി. കൂടുതലായിട്ടൊന്നും പറയാനില്ല, നന്നായിട്ട് തന്നെ പാടി മോനെ. താങ്ക് യു. താങ്ക് യു റഹനത്ത. സജ്ല, വിശാൽ, ഇനി ഞാൻ എന്താ പറയണ്ടേ, നന്നായി എൻജോയ് ചെയ്താൽ മോൻ പാടിയത്. ആ ഒരു എൻജോയ്മെൻറ്റ് ഞങ്ങളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഒരു ഖവാലി എനിക്കൊരു മോന് മത്സരത്തിന് പാടുന്ന പോലെ അങ്ങനെ തോന്നിയില്ല. ആ ഒരു ഖവാലി സ്റ്റൈലിൽ അതങ്ങനെ അറിഞ്ഞ് അങ്ങനെ ഒഴുകിപ്പോയി. പിന്നെ മൈക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ കറക്റ്റായിരുന്നു. ഒരു സ്റ്റേജിൽ ഒരു പെർഫോമർക്ക് വേണ്ട ഒരു കാര്യമാണ് അത്. ഇതൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ആദ്യത്തെ മിഷാലായിട്ട് തിരിച്ചു വന്നു എന്ന് പറയാം ഈ ഒരു ഖവാലി റൗണ്ടിൽ. കാരണം മിഷാലിൻ്റെ ഗ്രാഫ് അങ്ങനെയാണ് പോകുന്നത്. കഴിഞ്ഞ റൗണ്ടിൽ കുറച്ച് ഡ്രോപ്പായി പോയി. പിന്നെ കുറച്ച് റൗണ്ട്സിന് മുന്നേ മിഷാൽ നല്ല ഇതുപോലെ തന്നെ നന്നായി പാടുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ അതിലേക്ക് തന്നെ തിരിച്ചു വന്നു മിഷാൽ. നല്ലൊരു കാര്യം. പിന്നെ കോറസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. 4 ആളുടെ പേര് എനിക്ക് പറയണം: മാലിക്, അശ്വിൻ, ആൻമറിയ ആൻഡ് ഹിമാനി. നല്ല ഡെപ്ത് ഉണ്ടായിരുന്നു കേട്ടോ കോറസ്.
ആകെ ലാസ്റ്റ് മറ്റെന്തോ ഒരു വരി വിട്ടുപോയി. ആ ഒരു പ്രശ്നമില്ലാണ്ട് നന്നായി തന്നെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും. അടിപൊളി. താങ്ക് യു സോ മച്ച് സജ്ല ആൻഡ് ഓൾ ജഡ്ജസ്. അപ്പോൾ മിഷാൽ, കമൻസ് നമ്മൾ കേട്ടു അല്ലേ? ഏകദേശം എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും ഈ കവാലി പഠിക്കാനായിട്ട്? 10-12 ദിവസം എടുത്തിട്ടുണ്ട്. അപ്പോൾ 10-12 ദിവസം എടുത്ത് പഠിച്ച് ഈ കവാലി നല്ല രീതിക്ക് പാടിയാണ്ട് എത്ര മാർക്സ് ആണ് ഇതിന് കിട്ടണമെന്നുള്ളത് നമുക്ക് ചോദിക്കാം. രഹനത്ത, ഔട്ട് ഓഫ് 40? 39. 39 out of 40. Great score. ഫിറോസിക്ക? മിഷാലിന് 39.5. 39.5 out of 40. Then Sajla out of 20. മിഷാല് 19. 19 out of 20. അങ്ങനെ ടോട്ടൽ സ്കോർ 97.5 out of 100. ഗ്രേറ്റ് സ്കോർ വിശാൽ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവണ വിശാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫൈനൽസിൽ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ കുട്ടിപ്പട്ടുമാലിലെ ഓരോ എപ്പിസോഡ് തീരുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇവിടെയുള്ള സിംഗേഴ്സ് എത്ര മൾട്ടി ടാലൻറ്റഡ് ആണ്. പാടാൻ മാത്രമല്ല എത്ര കഴിവുകളാണ് അവർക്കെന്നുള്ളത്. കാരണം ഇത്ര മനോഹരമായിട്ടാണ് ഇവരെല്ലാവരും ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ആ തബലയുമായിട്ട് നമ്മുടെ സ്വന്തം ഷമീർ ഉണ്ട്, അതുപോലെ തന്നെ റഷീദക്ക ഡഫ് പ്ലേ ചെയ്യാനായിട്ടുണ്ട്, അതുപോലെ തന്നെ ഗിറ്റാറുമായിട്ട് ഹാരിസ്ക ഉണ്ട്. ദെൻ ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും, അതുപോലെ തന്നെ ക്ലാർനെറ്റുമായിട്ട് നമ്മുടെ സിദ്ദക്ക ഉണ്ട്. ദെൻ ബെസ്റ്റ് ടൈമിങ്ങുമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ബഷീർക്ക ഉണ്ട്. ദെൻ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ അഷ്റഫ് മഞ്ചേരി നല്ലൊരു ഹാർമോണിയവുമായിട്ട് അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് പ്ലേ ചെയ്യുന്നത് അല്ലേ? ഏതായാലും ഇത്രയും മനോഹരമായ സുന്ദര സംഗീത കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. പക്ഷേ അതിനായിട്ട് കാത്തിരിക്കണം അടുത്ത എപ്പിസോഡിലേക്ക്. സോ നൗ വി ആർ സൈനിങ് ഓഫ് ഫ്രം നൂറ. കുട്ടി കുട്ടി